കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലെ ചില കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേപ്പൂരിലെ കാഴ്ചകൾ നമുക്കിന്ന് കണ്ടാസ്വദിക്കാം. അപ്പോൾ ബേപ്പൂർ എത്തുമ്പോൾ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ജങ്കാർ. ഒരു കരയിൽ നിന്നും മറുകരയിൽ എത്താൻ നമുക്ക് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ജലഗതാഗത മാർഗമാണ് ജങ്കാർ. 100 രൂപയിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് വളരെ എഫോർഡബിൾ ആയിട്ട് നമ്മളെ വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പെക്യൂരിയാരിറ്റി. അപ്പോൾ നിങ്ങൾ ബേപ്പൂർ നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബേപ്പൂർ എത്താനായിട്ട്. നിങ്ങൾ കരിപ്പൂർ എയർപോർട്ട് വഴിയാണ് ബേപ്പൂരിലേക്ക് വരുന്നതെങ്കിൽ വെറും 16 കിലോമീറ്ററാണ് ബേപ്പൂർ എത്താനായിട്ടുള്ളത്. ബേപ്പൂരിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഒരുപാടുണ്ട്, പറഞ്ഞാലും മതിയാവില്ല. പണ്ട് ടിപ്പു സുൽത്താൻ മൈസൂർ ഭരിച്ചിരുന്ന സമയത്ത് സുൽത്താൻ പട്ടണം അഥവാ സുൽത്താൻ്റെ നാട് എന്നാണ് ബേപ്പൂരിനെ വിളിച്ചിരുന്നത്. ഉരു എന്ന് പറയുന്ന മരക്കപ്പലുകൾ പണിയുന്നതിൽ പ്രശസ്തമായ സ്ഥലമാണ് ബേപ്പൂർ. അതുമാത്രമല്ല കേട്ടോ, പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാർ ജനിച്ചു വളർന്ന മണ്ണാണ് ബേപ്പൂർ. ഈ ഒരു ജങ്കാറിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ യൂസ് ചെയ്യാനുള്ള ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എണ്ണം കുറവാണെന്ന് തോന്നുന്നു. ഈ ഒരു ജങ്കാറിൽ നിന്ന് നമുക്ക് കടലിലേക്കുള്ള ഒരു കാഴ്ച അതിമനോഹരമാണ്. ഒരുപാട് ചെറിയ ചെറിയ കപ്പലുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ മീൻപിടുത്തക്കാർ ബോട്ടിൽ മീൻ പിടിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അത് ജങ്കാറിലൊക്കെ കയറി പോകുന്നുണ്ടല്ലോ, വേറെ എങ്ങോട്ടും അല്ല, ഇവിടെ ഫുഡീസ് ആണല്ലോ നമ്മളൊക്കെ. അപ്പോൾ രുചി തേടിയുള്ളൊരു യാത്രയാണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ബേപ്പൂർ എത്തിയിട്ട് ചെയ്യുന്നത്. വേറെ എങ്ങോട്ടുമല്ല, ബാലേട്ടൻ്റെ കടയുണ്ട് ഇവിടെ. ബാലേട്ടൻ്റെ കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാലേട്ടൻ്റെ കടയിലെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഏതായാലും നമുക്ക് ജങ്കാർ വഴി ഒന്ന് ചാലിയം വരെ പോകണം. അപ്പോൾ ഈ ഒരു ജങ്കാർ സർവീസ് ബേപ്പൂർ ടു ചാലിയമാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ബ്രദർ ഡെൻറ്റിസ്റ്റാണ് അശ്വിൻ. അവന് ഫ്രീ ആവുന്ന ദിവസം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതേപോലെയുള്ള കറങ്ങലുകൾ നടക്കുള്ളൂ. അപ്പോൾ മക്കളൊക്കെ ആണെങ്കിൽ അവൻ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇന്നെല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. നല്ല കാറ്റും കടലിലൂടെയുള്ളൊരു യാത്ര. ഇറ്റ് വാസ് എൻ അമേസിങ് ഫീലിംഗ്. അപ്പം നമ്മളിതാ ഏകദേശം എത്താറായി. നമുക്കിനി അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല, അത്രയും അടുത്താണ് ബാലേട്ടൻ്റെ കട. അപ്പം നിങ്ങൾ ജങ്കാർ വഴി വന്നിട്ട് നിങ്ങൾ ബാലേട്ടൻ്റെ കട ചോദിച്ചാൽ എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരും. അത്രയും ഫേമസ് ആണ് ബാലേട്ടൻ. അങ്ങനെ നമ്മളിതാ ബാലേട്ടൻ്റെ കടയിലെത്തി. വളരെ റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു കട. കടേൻ്റെ വലിപ്പമൊന്നും കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട. ഇതിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ഉണ്ടല്ലോ, മാസാണ്. നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ നാവിലുണ്ടാവും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ സാധാരണ ഈ ഒരു ഉച്ച സമയത്ത് ഭയങ്കര തിരക്കാണ്. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ പോകുന്ന ആയിരിക്കും ഏറ്റവും നല്ലത്, കാരണം അത്രയും തിരക്കാണ്. ഞാൻ ഓൾറെഡി നമുക്ക് പരിചയമുള്ള സതീഷേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പത്തിൽ ബാലേട്ടൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വളരെ തിരക്കുള്ളൊരു സമയമാണ്. ബാലേട്ടൻ്റെ കടയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തൊഴിലാളികളായിട്ട് ആരുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഇല്ല. അതായത് ബാലേട്ടൻ്റെ മക്കളും മരുമക്കളും ഒക്കെയാണ് ഈ ഒരു ഹോട്ടലിൽ ബാലേട്ടനെ സഹായിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മീനിൻ്റെ ഒരു വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇവിടെ രാവിലെ ആൾക്കാർ ഇവർക്ക് ബാലേട്ടന് കൊണ്ട് കൊടുക്കും. അത് ആവശ്യക്കാർക്കനുസരിച്ച് പൊരിച്ചും വറുത്തും മസാലയൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടാണ് ബാലേട്ടൻ സെർവ് ചെയ്യുന്നത്.
ശേരി, കരിമീൻ, ചെമ്പല്ലി, ചെമ്മീൻ എന്ന് വേണ്ട വലിയ മീനുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ മീൻ പൊരിക്കുന്നതിനുള്ള മസാല ഇവർ നേരത്തെ ട്രൈ ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ആൾക്കാർ വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാലും നമുക്ക് രുചിയോടെയുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് ചെമ്മീനാണിത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ? തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ലീവുള്ള ദിവസം ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ മതി. ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്, നാടൻ വിഭവം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇതാണ് നമ്മളെ ബാലേട്ടൻ്റെ കടയിലെ ബാലേട്ടൻ. അപ്പോൾ ബാലേട്ടൻ ഈ ഒരു ഏരിയയിൽ മാത്രമല്ല ഫുഡീസ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു മുഖമാണ് ബാലേട്ടൻ്റെത്. ബാലേട്ടൻ എത്ര കൊല്ലമായി ഈ ഹോട്ടലിൽ? 13 വർഷമായി. അപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ നിങ്ങളെ കുടുംബക്കാർ തന്നെയാണ് ഇവിടെ അടുക്കളയിൽ മൊത്തം ഉള്ളത്. പുറമെ ആരുമില്ല. ഉണ്ടായ മക്കളൊക്കെ രാവിലെ വരും, വൈകുന്നേരം 5 മണിയായി ഓക്കെ. അപ്പൊ എത്ര മുതൽ എത്ര വരെയാണ് ഇവിടെ ഫുഡ്? 11 മുതൽ 3:30 വരെ. ഇപ്പൊ ഈ ജങ്കാർ വഴി അല്ലാതെ നമ്മൾ ഇതുവഴി വരുമ്പോൾ ഇതിലെ ശരിക്കുള്ള റൂട്ട് എങ്ങനെയാ ഇവിടെ എത്തിച്ചേരാണെങ്കിൽ കർണാടക പാലം പറഞ്ഞാൽ മതി. പാലത്തിന്റെ പരിചയക്കാരാണ്. കടലുണ്ടി വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും ബാലേട്ടന്റെ കട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞുതരും. കാരണം ഞങ്ങളും അങ്ങനെ തന്നെ ചോദിച്ചിട്ടാണ് വന്നത്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള ഫുഡ് കിട്ടണമെങ്കിൽ ഇതേപോലെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും വന്ന് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാം. ഒരുപാട് സെലിബ്രിറ്റീസും സാധാരണക്കാരെ പോലെ തന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവരെയൊക്കെ ഫോട്ടോസ് ഒരു ഓർമ്മയ്ക്ക് എന്നോണം ബാലേട്ടൻ ഇവിടെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ബാലേട്ടൻ പറഞ്ഞത് ഒരിക്കൽ വരുന്ന ആൾക്കാർ ഇനിയും വരുന്നതാണ്. ഇപ്പം ഞങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് പോയപ്പോഴും ഞങ്ങൾ ഇനിയും വരുന്നു വാക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സ്ഥിരമായിട്ട് ചെമ്പല്ലിയാണ് ഓർഡർ ചെയ്യാറ് ഇവിടെ വരുമ്പോൾ? ചെമ്മല്ലിയാണ് ഒന്നുകൂടി ഇവിടെ വരുന്ന ആൾക്കാരെ സ്പെഷ്യലായിട്ട് ബാലേട്ടൻ ട്രീറ്റ് ചെയ്യും. സ്നേഹവും കൂടെ വിളമ്പിയിട്ടാണ് ആൾക്കാരെ സംതൃപ്തിപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് വിടാറ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ചെമ്മീനാണിത്, ഫ്രഷാണ്, ഇന്ന് രാവിലെ കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളൊന്ന് ഊണ് കഴിച്ചിട്ട് വരാം. അതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആസ്വദിക്കും. ബാലേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പോന്നപ്പോഴാണ് ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നിയത്. അതിന് പറ്റിയ സ്പേസാണ് പുലിമൂട്ടിൽ ബീച്ച്. നമ്മളിപ്പം എത്തിയിട്ടുള്ളത് ബേപ്പൂർ ബീച്ചിലാണ്. അടിപൊളി വ്യൂ ആണ്. ഏകദേശം ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ ബാലേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കാം. ബേപ്പൂരിൽ വരുന്നുള്ള ടൂറിസ്റ്റുകൾക്കുള്ള ഒരു മെയിൻ അട്രാക്ഷനാണ് ക്ലിയോപാട്രയിൽ ഒരു കടൽ യാത്ര. അപ്പം നമ്മളും ഒരു യാത്ര പോവാണ്. വെറും 300 രൂപയ്ക്ക് വളരെ റോയൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഫൺ ഫീൽഡായിട്ട് അല്പനേരം കടലിലൂടെ, അതാണ് ക്ലിയോപാട്ര നിങ്ങൾക്ക്
പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള സീറ്റിംഗ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ഒഴിവ് ദിവസത്തിൽ അറബിക്കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് ക്ലിയോപാട്രയിൽ എത്തിച്ചേർന്നെങ്കിൽ എല്ലാവർക്കും കൃത്യമായ സ്വാഗതം അറിയിക്കുകയാണ്. അതേതാണോ അതിൽ പോകുന്നത്? അതേട്ട് പോകുന്നതെന്ന് കൈവക്കൂ. ഓക്കെ, വളരെ സന്തോഷം. മഞ്ഞാടും മാമലത്താഴത്ത് നീ വന്ന് പാടണി പോകുന്നു. കണ്ണാള് പെണ്ണാള് ഞാൻ സ്വപ്നം കണ്ടേ ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ട് ഒരു കൂട്ടം കാതും ചെന്നോട്ടെ ഡോക്ടർ വിളിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു അടിപൊളി വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അനു. കീപ് സപ്പോർട്ടിങ്. ലവ് യു ഓൾ.